ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മുണ്ടാടൻ്റെ പൂതി. പൂതി എന്ന വാക്കിന് ദുർഗന്ധം വമിക്കുന്നവൻ, ദുർഗന്ധം, ശരീരശുദ്ധിയില്ലാത്തവൻ, കൊതി, പഴയ മലയാളത്തിൽ മോഹം, ആഗ്രഹം, ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഈ എല്ലാ അർത്ഥങ്ങളും വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീഡിയോ വേണ്ട 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 എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പലരും, അൽമായർ മാത്രമല്ല പല വൈദികരും വിളിച്ച് എന്നോട് പറഞ്ഞു, അല്ല അച്ഛ, ഒരു മറുപടി വേണം. ഇന്നലെ എറണാകുളത്തെ മുണ്ടാടനച്ഛൻ ഏതോ ഒരു ചാനലിൽ കയറിയിരുന്ന് കുറേ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം ഉണ്ടാക്കാം, അതുകൊണ്ട് അച്ഛൻ ഒരു മറുപടി നൽകണം എന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒന്നിലധികം പ്രാവശ്യം, അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും രേഖകൾ സഹിതം പല പ്രാവശ്യം ഞാൻ മറുപടി നൽകിയിട്ടുണ്ട്. അതും ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ, ഖണ്ഡിക്കാനാകാത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഞാൻ വേണ്ട, ഇനിയും വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് കരുതി. പക്ഷെ വൈദികരുൾപ്പെടെ അനേകം പേര് ആവശ്യപ്പെട്ടതിനാൽ ഞാൻ മറുപടി നൽകുകയാണ്. അതിലത്തെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി നൽകിയിട്ടുള്ളതാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുക. എങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഞാനെന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി പറയാം. അദ്ദേഹം പറയാണ്, മുണ്ടാണ്ടച്ചൻ പറയാണ്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1567 കൃത്യമായി പറയുന്നുണ്ട്, മെത്രാന്മാർ വൈദികരെ മക്കളെ പോലെയും സഹപ്രവർത്തകരെ പോലെയും കാണണമെന്ന്. ഈ സിനഡിൽ ഏതെങ്കിലും പിതാക്കന്മാർ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് ചോദിക്കുമായിരുന്നില്ലേ ലിറ്റർജി എങ്ങനെ വേണമെന്ന്? അങ്ങനെ ഞങ്ങളെ സഹോദരനും മക്കളുമായി കണ്ടാൽ അതിന് പകരം കൊടുക്കുന്നതാണ് അനുസരണം. ഇതാണ്, ഞങ്ങളെ സിനഡിൽ ഏതെങ്കിലും മെത്രാന്മാർ ഞങ്ങളെ സഹപ്രവർത്തകരും മക്കളും സഹോദരനുമായി കണ്ടിട്ടുണ്ടോ? അപ്പോൾ സിനഡിൽ എറണാകുളത്ത് അവരെ അനുകൂലിക്കുന്ന ചില മെത്രാന്മാരുണ്ട്. അവരെക്കുറിച്ചും അവരെ ഉൾപ്പെടുത്തിയിട്ടാണോ മുണ്ടാടനത്തിന് ഇത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവിടെ നിൽക്കട്ടെ. ഈ മെത്രാന്മാർ അവരെ സഹപ്രവർത്തകരും മക്കളുമായി കാണാഞ്ഞിട്ടാണോ ഇത്രയും സംവത്സരങ്ങൾ അവരെ സഭയിൽ നിലനിർത്തിയത്? നിലനിർത്താൻ വേണ്ടി അവർ ചോദിച്ചതുപോലെ ലിറ്റർജിയിൽ അനേകം ഐച്ഛികങ്ങൾ നടപ്പാക്കിയത്. വേണമെങ്കിൽ പിതാവിനും പുത്രനും വെച്ച് കുർബാന തുടങ്ങാം, വേണമെങ്കിൽ പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവാകാം, മണി അടിക്കാം, വിരി വേണമെന്നില്ല, ദേവാലയ വിരി വേണമെന്നില്ല. ഇങ്ങനെ എത്രയോ ഐച്ഛികങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത ആവശ്യപ്പെട്ടതനുസരിച്ച് മെത്രാന്മാർ അനുവദിച്ചു കൊടുത്തു. എന്നിട്ട് അതൊക്കെ അനുസരിക്കാമെന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതെ പോയ മക്കളാണ് ഇവര്. അപ്പോൾ ഈ മെത്രാന്മാർ അവരെ സഹോദരനും മക്കളുമായി കണക്കാക്കാഞ്ഞിട്ടാണോ അവരോട് ചർച്ച ചെയ്ത് അവരുടെ കൂടി അനുസരണത്തോടെ സഹകരണത്തോടെ ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം വിട്ടുവീഴ്ചകൾ ചെയ്തത്? ഇത്രമാത്രം. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ തനത് കുർബാന വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ പിടിവാശി മൂലമാണ്. ആ പിടിവാശിയിലേക്ക് വിട്ടുകൊടുത്തവരാണ് സിനഡിലെ മെത്രാന്മാര്. എന്നിട്ട് അവരെ മക്കളെ പോലെ കണ്ടില്ല, സഹോദരെ പോലെ കണ്ടില്ല, സഹപ്രവർത്തകരെ പോലെ കണ്ടില്ല എന്നൊക്കെ പറയാൻ ഇങ്ങനെ ഒരു പുറജാതിക്കാരുടെ ചാനലിലും കയറിയിരുന്ന് ഇങ്ങനെ നുണ പറയാൻ മുണ്ടാടനത്തിന് ഏത് പിശാചാണ് പ്രേരിപ്പിക്കുന്നത്? ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് അവരെ സഹകരിപ്പിക്കാൻ വേണ്ടിയാണ് ആലഞ്ചേരി പിതാവ് രാജിവെച്ചത് പോലും. അദ്ദേഹം രാജിവെച്ചാൽ ഞങ്ങൾ സഭയെ അനുസരിക്കാമെന്ന് ഈ വിമത വൈദികര് ഏതാനും മെത്രാന്മാരിലൂടെ പരിശുദ്ധ സിംഹാസനത്തെ അറിയിച്ചു. അങ്ങനെ ഇവര് അനുസരിക്കുമെങ്കിൽ സ്ഥാനത്യാഗം ചെയ്യാമെന്ന് ആലഞ്ചേരി പിതാവ് നിലപാടെടുത്തു. ഇവരെ ശിക്ഷിക്കുകയും ആ എഴുതിയ മെത്രാന്മാരെ പുറത്താക്കുകയുമാണ് ആലഞ്ചേരി പിതാവ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം എൻ്റെ സ്ഥാനം അത്ര പ്രധാനപ്പെട്ടതല്ല, ഇവരുടെ അനുസരണമാണ് വലുത് എന്ന് വിചാരിച്ച് രാജിവെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. രാജിവെച്ചാൽ ആലഞ്ചേരി പിതാവ് രാജിവെച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ അനുസരിക്കാം, സഭയുടെ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് അവരുടെ
അവരെ പിന്താങ്ങുന്ന 6 മെത്രാന്മാരിലൂടെ പരിശുദ്ധ സിംഹാസനം അറിയിച്ചതിൻ്റെ പേരിൽ പരിശുദ്ധ സിംഹാസനം ആലഞ്ചേരി പിതാവിനോട് ചോദിക്കുകയായിരുന്നു. അതായത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ് ചെയ്യുക? അദ്ദേഹം സന്മനസ്സോടെ സഭയുടെ നന്മയെ പ്രതി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ മക്കളായി കണ്ട് ആ മക്കൾ അനുസരിക്കുമെങ്കിൽ അപ്പന് അർഹതയുണ്ടായിരുന്ന സ്ഥാനവും ത്യജിക്കാം എന്ന് നിലപാടെടുത്ത ആലഞ്ചേരി പിതാവ്, അദ്ദേഹത്തിന്റെ പിതൃവാത്സല്യത്തിന്റെ 4 അയൽപ്പക്കത്ത് കെട്ടാൻ പറ്റുമോ ഈ വിമത വൈദികരുടെ ഈ പറച്ചില്? എത്ര വലിയ നുണയാണ് ഒരു അന്യ ചാനലിലും കയറിയിരുന്ന് മുണ്ടാടനച്ചൻ പറയുന്നത്. ഈ വിമത വൈദികർക്ക് മാനസാന്തരം ഉണ്ടാകുമെന്ന് കരുതി ആലഞ്ചേരി പിതാവ് ഈ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെച്ചതാണ് തെറ്റ്. മറിച്ച് ഇവർക്കെതിരെ നടപടിയെടുക്കുകയും ആ മെത്രാന്മാർക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടിയിരുന്നത്. ആലഞ്ചേരി പിതാവിനെതിരെ എഴുതിയ മെത്രാനെ പോലും നടപടിക്ക് വിധേയമാക്കിയില്ല ആലഞ്ചേരി പിതാവ്. അത് അപ്പന്റെ സ്ഥാനത്ത് ക്ഷമിച്ചതല്ലേ? ആ നടപടി എടുക്കാനായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നോ? ഈ കുർബാന വളരെ അബ്യൂസീവ് യൂക്കറിസ്റ്റ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച കുർബാന, അത് ചൊല്ലിയ വൈദികരെയും പുറത്താക്കാതെ ആലഞ്ചേരി നിന്നത് ഇവരോടുള്ള പിതൃവാത്സല്യം മൂലമല്ലേ? അത് അമിതമായി പോയെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം. തെറ്റായി പോയി. ഇതൊന്നും പിതൃവാത്സല്യമായിരുന്നില്ലേ? അവർ സഹോദരനും മക്കളുമായി കരുതിയതല്ലായിരുന്നോ? ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. പ്രശ്നം എന്തെന്നറിയാമോ? ഞങ്ങൾ എറണാകുളം അങ്കമാലിയുടെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് മെത്രാന്മാരിങ്ങ് അനുവദിച്ച് തരിക. അതിനെയാണ് ഞങ്ങൾ സമവായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചർച്ച ചെയ്ത് അങ്ങോട്ട് കൊണ്ട് തീരുമാനിക്കുന്നതല്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിയിക്കും. നിങ്ങൾ അത് ഒപ്പിട്ട് തരിക. നിങ്ങൾ റബ്ബർ സ്റ്റാമ്പാണ്. ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെയുള്ള ഈ അപ്പന്മാരുടെ അപ്പനും മക്കളുമുള്ള ഒരു ബന്ധമാണോ മുണ്ടാടനച്ചൻ്റെ വീട്? ഇങ്ങനെയാണോ മുണ്ടാടനച്ചൻ്റെ വീട്ടിൽ ഈ അപ്പൻ മക്കളെ ബന്ധം? മക്കള് പറയും, അപ്പൻ ഒപ്പിട്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു ബന്ധമാണോ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചത്? അല്ല, മുണ്ടാടനച്ചൻ്റെ വീടിനെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ലെന്നാണ് ചോദിക്കുക. ഇതാണോ അപ്പൻ മക്കൾ ബന്ധം എന്ന് നിങ്ങൾ പറയുന്നത്? അതിനേക്കാളേറെ സഭ എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് ഒരു ജനാധിപത്യ സംവിധാനം മാത്രമാണ്. അല്ലാതെ അതൊരു ആത്മീയ സ്ഥാപനമല്ല. പരിശുദ്ധാത്മാവ് ആത്മാവായിട്ടുള്ള ഒരു ആധ്യാത്മിക സ്ഥാപനമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ കത്തോലിക്ക സഭയെ കാണുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനം, പണവും അധികാരവും കൈകാര്യം ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇല്ലേ, നീ എൻ്റെ പുറം മാന്തി തന്നാൽ ഞാൻ നിന്റെ പുറം ചൊറിഞ്ഞു തരാം എന്ന് പറയുന്ന ഒരു സംവിധാന പരിപാടി. അങ്ങനെയുള്ള ഒരു വാണിജ്യ ബന്ധമല്ലാതെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുള്ള, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുള്ള ഒരു ആധ്യാത്മിക സ്ഥാപനമായി കത്തോലിക്ക സഭയെ എറണാകുളം അങ്കമാലി വിമത വൈദികര് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചത് നിങ്ങൾ ഒപ്പിട്ട് തരിക. അതിൽ കൂടുതലൊന്നും മെത്രാന്മാർ ചെയ്യേണ്ടതില്ല. ഇങ്ങനെയുള്ള ദുർവാശിക്കാരായ മക്കളുടെ കൂട്ടമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര്. ഇതാണ് മുണ്ടാടനച്ചന്റെ പ്രശ്നം. അങ്ങനെയുള്ള ദുർവാശികളായ മക്കൾക്ക് നേതൃത്വം കൊടുക്കുക. എന്താണ് അദ്ദേഹത്തിന് പൂതിയെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിൽ രണ്ടാമത് പറയുന്ന ഒരു സംഗതി, ഈ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, വടക്കരും തെക്കരും, അതായത് ചങ്ങനാശ്ശേരിയും എറണാകുളം തമ്മിലൊരു സ്പർദ്ധ, അതൊരു ചരിത്രപരമായ സ്പർദ്ധ ഇല്ലേ? എറണാകുളം പിന്നെ പക്ഷക്കാർ, പിന്നെ ചങ്ങനാശ്ശേരി പക്ഷക്കാർ. അപ്പോൾ മുണ്ടാടനച്ചൻ മറുപടി പറയുക, അതിനേക്കാൾ ഉപരി, ആ സ്പർദ്ധയേക്കാൾ ഉപരി ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്, സംസ്കൃതിപരമായിട്ട് വ്യത്യാസമുണ്ട്. ചങ്ങനാശ്ശേരി, അതായത് മധ്യ തിരുവിതാംകൂറിലുള്ള ചങ്ങനാശ്ശേരി പക്ഷക്കാര് യാക്കോബായിട്ട് ഓർത്തഡോക്സ് സഭകളുമായി ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ഞങ്ങളോ കഴിഞ്ഞ 400 വർഷത്തോളമായി ലത്തീൻ സഭയുമായി ഒന്നിച്ച് ജീവിക്കുന്നു, എറണാകുളം പക്ഷക്കാര്. അതിനാൽ ഈ ചങ്ങനാശ്ശേരി പക്ഷക്കാരുടെ സംസ്കൃതിയിലുള്ള കുർബാന ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ സംസ്കൃതി വേറെയാണ്. മുണ്ടാടനച്ചോ, ഇത്രയും മണ്ടനാണോ താങ്കള്? യൂറോപ്പിലൊരു സംസ്കാരം അല്ലേ, ആഫ്രിക്കയിൽ വേറെ സംസ്കാരം, തമിഴ്നാട്ടിലൊരു സംസ്കാരം, കർണാടകയിൽ വേറെ സംസ്കാരം,
ഓരോരുത്തർ സംസ്കാരം അനുസരിച്ച് ലത്തീൻ കുർബാന ഓരോ രൂപതയ്ക്കും ഓരോ വേരിയന്റ് അനുവദിച്ചിരിക്കുകയാണോ? തമിഴ്നാട്ടിലെ സംസ്കാരമാണോ യൂറോപ്പിലെ സംസ്കാരമാണോ ആഫ്രിക്കയിലെ? അവിടെയെല്ലാം ഓരോ പ്രദേശം അനുസരിച്ച് സംസ്കൃതി വ്യത്യാസമുണ്ട്. അങ്ങനെ സംസ്കൃതി വ്യത്യാസമുള്ളതനുസരിച്ച് ഓരോ രൂപതയ്ക്കും ഓരോ പ്രദേശത്തിനും ഓരോ ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ച് കൊടുത്തിരിക്കുകയാണോ മുണ്ടാടനച്ച? ഇങ്ങനെ വകതിരിവില്ലാതെ സംസാരിക്കാനും പരിശുദ്ധാത്മാവിനെതിരെ തിരിയാനും സാത്താൻ താങ്കളെ പ്രേരിപ്പിച്ചതെന്ത്? മൂന്ന്, അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞില്ലേ കൾച്ചറൽ ഡിഫറൻസ്. എന്നിട്ട് പറയാം അതല്ലല്ലോ, അതിനേക്കാളും വലിയ സംഗതിയുണ്ട്. രണ്ടാം വത്തിക്കാൻ സൂനോദസ് കൊണ്ടുവന്ന വിപ്ലവാത്മകമായ മാറ്റമാണ് ജനാഭിമുഖ കുർബാന. അത് ഏറ്റവും അധികം സ്വാംശീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് എറണാകുളം അങ്കമാലി അതിരൂപത. രണ്ടാം വത്തിക്കാൻ സൂനോദസ് കൊണ്ടുവന്ന വിപ്ലവാത്മകമായ മാറ്റമല്ല ജനാഭിമുഖ കുർബാന എന്ന് 100 വട്ടം ആധികാരികമായ രേഖകൾ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ രണ്ടാം വത്തിക്കാൻ സൂനോദസിന്റെ നടത്തിപ്പുകാരൻ ജോസഫ് റാറ്റ്സിംഗർ ആയിരുന്നു. പിന്നീട് ബെനഡിക്ട് 16 മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം തന്നെ രണ്ടാം വത്തിക്കാൻ സൂനോദസിനെ കുറിച്ചാണ്. പിന്നെ ലിറ്റർജിയുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി പുസ്തകത്തില് ഒരു അധ്യായം മുഴുവൻ അദ്ദേഹം കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അതിൽ രണ്ടാം വത്തിക്കാൻ സൂനോദസ് തെറ്റിദ്ധരിച്ചിട്ടാണ് ജനാഭിമുഖ കുർബാന തുടങ്ങിയതെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അനേകം വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട്. മുണ്ടാണത്തിന് നേരം കിട്ടുന്നില്ലെങ്കിൽ ആരോടെങ്കിലും ആ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ രക്തചുരുക്കെന്ന് അന്വേഷിച്ചറിയേ. രണ്ടാം വത്തിക്കാൻ സൂനോദസ് നടത്തിയ ആള് പറയണു ജനാഭിമുഖ കുർബാന രണ്ടാം വത്തിക്കാൻ സൂനോദസിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായതാണ്. മിസ്അണ്ടർസ്റ്റുഡ്. രണ്ടാം വത്തിക്കാൻ സൂനോദസിൽ പങ്കെടുത്ത ഒരാളാണ് തലശ്ശേരി രൂപതയുടെ വള്ളോപ്പള്ളി പിതാവ്. അദ്ദേഹം 1965 അതായത് രണ്ടാം വത്തിക്കാൻ സൂനോദസ് കഴിഞ്ഞ ആ തീർന്ന വർഷത്തില് ജനാഭിമുഖ കുർബാന വിലക്കിക്കൊണ്ട് ഇടയലേഖനം പുറപ്പെടുവിച്ചു. അത് മുണ്ടാടനച്ചൻ ദൈവമെന്ന് കരുതുന്ന പാറേക്കാട്ടിൽ പിതാവിന്റെ ലിറ്റർജി എന്റെ ദൃഷ്ടിയിൽ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജനാഭിമുഖ കുർബാന വിലക്കി വള്ളോപ്പള്ളി പിതാവ്. ആ പിതാവ് രണ്ടാം വത്തിക്കാൻ സൂനോദസിൽ പങ്കെടുത്ത പിതാവല്ലേ? അവരെക്കാളും ബോധമുണ്ടോ മുണ്ടാടനച്ചന്? രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സന്ദേശം ഇല്ലേ, ചൈതന്യം ഉൾക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ജനാഭിമുഖ കുർബാന രണ്ടാം വത്തിക്കാൻ സൂനോദസില്? ഓരോ നുണ 100 പ്രാവശ്യം ആവർത്തിച്ചാൽ സത്യമാകും എന്ന് ഹിറ്റ്ലറിന്റെ ഗീബൽസ് പറഞ്ഞതുപോലെ നിങ്ങളിങ്ങനെ ദൈവികമായ കാര്യത്തിൽ നുണ പറഞ്ഞ് സത്യമാക്കാമെന്ന് വ്യാമോഹിക്കുകയാണോ? എന്നിട്ട് ഈ പൈശാചികമായിട്ടുള്ള നുണ പറച്ചിലിൽ നിരപരാധികളായ വൈദികരെയും കൂട്ടി പാപത്തിലേക്ക് നയിക്കുകയാണോ മുണ്ടാടനച്ചൻ? എത്ര വലിയ ശിക്ഷയാണ് അച്ഛനെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന അറിയാമോ? തിരിക്കല്ല് കഴുത്തിൽ കെട്ടി കടലിന്റെ ആഴത്തിൽ മുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ദൈവികമായ കാര്യത്തിൽ നുണ ആവർത്തിച്ച് പറഞ്ഞ് നിരപരാധികളായ അച്ഛന്മാരെയും അൽമായരെയും പാപത്തിലേക്ക് നയിക്കുക, പാഷാണ്ഡതയിലേക്കും ശീഷ്മയിലേക്കും നയിക്കുക. ചെറിയ തെറ്റൊന്നല്ല അച്ഛൻ ചെയ്യുന്നത്. അവസാന നിമിഷത്തെങ്കിലും പിന്തിരിയുക. എത്രയോ പ്രാവശ്യം യൂദാസിനോട് നമ്മുടെ കർത്താവ് പറഞ്ഞു തിരുത്ത്. അവസാനം കാല് പിടിച്ച് പറഞ്ഞു, എന്നിട്ടും മാറിയില്ല. അതിനാൽ അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ യൂദാസിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. യോഹന്നാൻ 13:27. ഇതാണ് മുണ്ടാടനത്തിന് സംഭവിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് പൗരസ്ത്യ സഭകളിലൊക്കെ പഴയ നിയമ ബലികളെ പോലെയാണ്. അതേക്കുറിച്ച് ഞാൻ പറയാം. പൗരസ്ത്യ സഭകളിലൊക്കെ, അപ്പൊ ഈ എറണാകുളം അങ്കമാലി രൂപത പൗരസ്ത്യ സഭയിൽപ്പെട്ടതല്ലേ? പൗരസ്ത്യ സഭകളിലൊക്കെ ദേവാലയ വിരിയിട്ട് ഇല്ലേ, പരിശുദ്ധിയുടെ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിച്ച് അങ്ങനെയൊക്കെയാണ് പൗരസ്ത്യ സഭകളിലൊക്കെ എന്ന് മുണ്ടാടച്ചൻ പറയുന്നു. അപ്പൊ ഈ എറണാകുളം അങ്കമാലി അതിരൂപത പൗരസ്ത്യ സഭയിൽപ്പെട്ടതല്ലേ? അവർക്ക് പഴയ നിയമം ഇല്ലേ? ഇനി
പൗരത്വ സഭകളിലൊക്കെ പഴയ നിയമത്തിലെ ബലികളെ പോലെ വിരിയിട്ട് വൈദികന് മാത്രം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. എറണാകുളത്തുള്ളത് പുതിയ നിയമത്തിന്റെ രീതിയാണ്. ഉണ്ടാടനച്ചോ, പുതിയ നിയമത്തിലെ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഹെബ്രായ ലേഖനം. എബ്രായ ലേഖനം എന്നും പറയും. ആ എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കി. അത് പുതിയ നിയമത്തിലാണ്, പഴയ നിയമത്തിലല്ല. അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ദേവാലയ വിരി എന്ന്. ദേവാലയ വിരി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരമാണ്. അത് പിളർക്കപ്പെട്ടു. അത് യോഹന്നാൻ 19:34 എഴുതിയിട്ടുണ്ട്. അതിനെയാണ് ഈ ദേവാലയ വിരി പിളർന്നുവെന്ന് എഴുതിയിരിക്കുന്നത്. മുകൾ മുതൽ അടിവരെ പിളർന്നുവെന്ന് മത്തായി മർക്കോസൊക്കെ എഴുതിയിരിക്കുന്നത്. ദേവാലയ വിരി എന്ന് പറഞ്ഞത് യേശുവിന്റെ ശരീരമാണ്. എന്താണ് വിരിയുടെ അർത്ഥം? ദേവാലയ വിരിയുടെ അർത്ഥം ഒന്ന് മറയ്ക്കുന്നു, മറ്റൊന്ന് വെളിപ്പെടുത്തുന്നു. എന്തെങ്കിലും വെളിപ്പെടുത്താനുണ്ടെങ്കിലല്ലേ മറയ്ക്കാനുള്ളൂ. അപ്പോൾ രണ്ടർത്ഥമുണ്ട് അതിന്. മറയ്ക്കുന്നു, വെളിപ്പെടുത്തുന്നു. യേശുവിന്റെ ശരീരം മറയ്ക്കുന്നു. എന്ത്? അവന്റെ ദൈവികത. അത് തുറക്കുമ്പോഴോ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി, പരിശുദ്ധാത്മാവും രക്ഷയും ഒഴുകി, മാമോദിസയും കുർബാനയും ഒഴുകി. അത് വിരി തുറക്കുമ്പോഴാണ്. അവന്റെ ശരീരമാകുന്ന വിരിയിലൂടെയാണ് നാം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ് ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അവന്റെ വിരിയിലൂടെ, അതായത് അവന്റെ മാംസമാകുന്ന വിരിയിലൂടെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മാംസമാകുന്ന വിരിയിലൂടെയാണ് നമ്മൾ ദൈവിക സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ വിരി തുറക്കണം. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? അത് പുതിയ നിയമത്തിലാണ്, പഴയ നിയമത്തിലല്ല. അതിനാൽ കർത്താവിന് ജീവജലവും കർത്താവിന് ജീവരക്തവും കർത്താവിന്റെ പരിശുദ്ധാത്മാവും കർത്താവിന്റെ രക്ഷയും കർത്താവിന്റെ മാമോദിസായും കർത്താവിന്റെ കുർബാനയും ലഭിക്കണമെങ്കിൽ ആ വിരി അടക്കും തുറക്കും വേണം. അത് പുതിയ നിയമത്തിലുള്ളതാണ്. അല്ലാതെ പഴയ നിയമത്തിൽ ദേവാലയത്തിൽ ഇട്ടിരുന്ന വിരിയല്ല കീറിപ്പോയത് യേശുവിന്റെ മരണസമയത്ത് കീറിപ്പോയത് അവന്റെ ശരീരമാണ്. അങ്ങനെ കീറിയപ്പോൾ ആ തുറവിയിലൂടെയാണ് പരിശുദ്ധാത്മ നമ്മിലേക്ക് വരുന്നത്. ആ തുറവിയിലൂടെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. ആ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലാണ് നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത്. അവിടെ നിന്നുള്ള ജീവജലത്താലും ജീവരക്തത്താലും. ഇതൊന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർക്ക് അറിയില്ല, അൽമാർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വക കാര്യങ്ങളൊക്കെ അറിയാതെ പെന്തക്കോസ്ത് ദൈവസഭക്കാരെ പോലെയും യഹോവ സാക്ഷികളെ പോലെയും വിവരമില്ലായ്മ വിളിച്ചോതുകയാണ്. അതും പുറജാതിക്കാരെ ചാനലിലും കയറിയിട്ട്. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഏത് സഭയെ രക്ഷിക്കാൻ? ഏത് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്? ഞാൻ അമിതമായ ആവേശം കൊള്ളുന്നെന്നാണ് പലപ്പോഴും പരാതി. നിങ്ങളുടെ അമ്മയെയോ പെങ്ങളെയോ ഭാര്യയെയോ ഒരുത്തൻ ബലാത്സംഗം ചെയ്യുമ്പോൾ നിങ്ങൾ രോഷം കൊള്ളുന്നില്ലെങ്കിൽ അതിനർത്ഥം മറ്റെന്തോ ആണ്. എൻ്റെ കർത്താവിനെയും അവൻ്റെ സഭയെയും നിങ്ങൾ ഇതുപോലെ നാറ്റിക്കുമ്പോൾ ഞാൻ രോഷം കൊള്ളുന്നില്ലെങ്കിൽ എൻ്റെ സഭാസ്നേഹത്തെയും ദൈവസ്നേഹത്തെയും നിങ്ങൾ സംശയിക്കണം. നിങ്ങൾക്കങ്ങനെ രോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ ദൈവസ്നേഹത്തെ, സഭാസ്നേഹത്തെ, കർത്തൃസ്നേഹത്തെ ഞാൻ സംശയിക്കും. പിന്നെ അദ്ദേഹം പറയാണ്, ഈ രണ്ടാമത്തെ സൂനോദോസ് കൊണ്ടുവന്ന ഒരു മഹാവിപ്ലവമാണ്, എല്ലാവരും അർപ്പകരാണ്. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ 1-ാം ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് പൊതുപൗരോഹിത്യം. അതുകൊണ്ട് പുരോഹിതന്മാരെല്ലാവരും ഒരുമിച്ച് വരികയാണ്. കുർബാന കണ്ടോ എന്നാണ് പണ്ട് ചോദിച്ചിരുന്നത്, ഇപ്പൊ അർപ്പിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അതേ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് അച്ചോ. യേശുവാണ് ഏക പുരോഹിതൻ. യേശുവാണ് ഏക പുരോഹിതൻ. നമ്മൾ പുരോഹിതന്മാരെ വിളിക്കുന്നവരൊക്കെ ശുശ്രൂഷകരാണ്. ശുശ്രൂഷ പൗരോഹിത്യം പൊതു പൗരോഹിത്യത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും അർപ്പകരൊക്കെ തന്നെയാണ്, പക്ഷെ ഒറ്റ പുരോഹിതനേ ഉള്ളൂ. ആ പുരോഹിതനിൽ നിൽക്കുകയാണ് ശുശ്രൂഷ പുരോഹിതൻ. അങ്ങനെയല്ല അച്ചോ, ഇൻ പെഴ്സോണ ക്രിസ്തി എന്നല്ലേ ലത്തീനിൽ പറയണേ. ക്രിസ്തു എന്ന വ്യക്തിയിൽ നിൽക്കുകയാണ് പുരോഹിതൻ. ക്രിസ്തു എന്ന വ്യക്തിയിൽ. എന്നിട്ട് ബലിപീഠം എന്നാണ് പറയണത് അല്ലേ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി, അന്ത്യത്താഴ്ത്തലെ മേശയെ സ്വസ്തി എന്നല്ല പറയുന്നത്. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം കർത്താവിന്റെ കബറിടമാണ്. അവിടെയാണ് കർത്താവിനെ അടക്കം ചെയ്തേ, അവിടെയാണ് ഉത്ഥാനം ചെയ്തേ. അങ്ങനെയല്ല അച്ഛൻ ചൊല്ലുന്നത്. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി എന്നല്ലേ ചൊല്ലുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ കർത്താവിന്റെ അന്ത്യത്താഴ മേശയെ സ്വസ്തി എന്നാണോ മുണ്ടാടനച്ചൻ ചൊല്ലുന്നത്? അപ്പോൾ ഈ അൾത്താരമേശ കർത്താവിന്റെ കബറിടമാണ്. ലത്തീൻ സഭയിൽ പറയും അത് കർത്താവിന്റെ കുരിശാണ്. നമ്മൾ പറയും കബറിടമാണ്. അവിടെ തന്നെ കർത്താവ് ഉത്ഥാനം ചെയ്തേ.
നിങ്ങൾ ഇത് പ്രഖ്യാപിക്കുമ്പോൾ, ഈ അപ്പം മുറിക്കുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം, അവന്റെ പുനരാഗമനം അവരെ പ്രഖ്യാപിക്കുകയാണെന്നല്ലേ പൗലോസ് പറഞ്ഞത്. നിങ്ങൾ ഈ അപ്പം മുറിക്കുമ്പോഴൊക്കെ കർത്താവിന്റെ മരണം, അവന്റെ പുനരാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ്. മരണം അല്ല അന്ത്യത്താഴെന്നോ പെസകാന്നാണോ പൗലോസ് പറഞ്ഞത്? മരണം. ആ മരണവും ഉത്ഥാനവുമാണ് ഓർമ്മിക്കാനായിട്ട് കർത്താവ് പറഞ്ഞത്. അപ്പോൾ മരണം, ആ മരണത്തിൽ എന്താ സംഭവിച്ചത്? യേശു പിതാവിനെ നോക്കി പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ തന്നെ പശ്ചാത്തപിച്ചവന് മറുപടി കിട്ടിയതാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഇതല്ലേ കുർബാനയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന ആളിൽ നിൽക്കുന്ന പുരോഹിതൻ പിതാവിനെ നോക്കി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പിതാവ് ഇവരോട് ക്ഷമിക്കണമേ. പശ്ചാത്തപിക്കുന്ന, കുമ്പസാരിച്ച് ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ കനിയണമെന്ന് പറയുന്നവർക്ക് അപ്പൊ തന്നെ ഉത്തരം കിട്ടുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും, ഇന്ന് നീ എന്നോടുകൂടെ ദിവ്യകാര്യത്തിൽ ഒന്നാകും. അതല്ലേ പറുദീസയിലായിരിക്കുക എന്ന് പറഞ്ഞാല്. അതാണ് മൂന്നാം സ്വർഗം വാസ്തവത്തില്. പിന്നെ ശരിക്കും മൂന്നാം സ്വർഗത്തിലേക്ക് പോകാം. പക്ഷെ ഇവിടെ ഇപ്പോഴേ സ്വർഗത്തിലായിരിക്കുന്നത് ക്രിസ്തു എന്ന പറുദീസയിലായിരിക്കുമ്പോഴല്ലേ. ഇതല്ലേ കുർബാനയിൽ നടക്കുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുക, ഇതെന്റെ ശരീരമാണെന്ന് ആരെങ്കിലും ജനങ്ങൾക്ക് പുറം തിരിഞ്ഞു ചോദിക്കുമോ? ഇതെന്റെ രക്തമാണെന്ന് ആരെങ്കിലും പുറം തിരിഞ്ഞു ചോദിക്കുമോ എന്നാണ്. ഒന്നാമതായി മുണ്ടാടനച്ച ഈ സ്ഥാപന വാക്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുർബാന ഉണ്ടായിരുന്നില്ല. അതില്ലാതെയും ഈ കുർബാന വാസ്തവമാണെന്ന് വത്തിക്കാൻ അംഗീകരിച്ച് തന്നിട്ടുണ്ട്. അതായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാനയിൽ സ്ഥാപന വാക്യങ്ങൾ ഇല്ലായിരുന്നു. ഇല്ലാതെയും ആ കുർബാന വാസ്തവമാണ്, അങ്ങനെ ചൊല്ലുന്നവരുണ്ട്. ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലൊക്കെ അങ്ങനെയല്ലേ ചൊല്ലുന്നത്. അതുപോലെ ഇത് ഈ സ്ഥാപന വാക്യങ്ങൾ ഇല്ലാതെ ഈ കുർബാന വാലിഡ് ആണെന്ന് വത്തിക്കാൻ അംഗീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതല്ല. ഇനി ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന വാചകം ഇല്ലാതെ ഇത് വാലിഡ് എന്ന് പറഞ്ഞു. ഇനി അതുണ്ടെന്ന് തന്നെ കരുതുക, അത് ഉണ്ട്, അത് പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. എങ്കിലും അത് മാത്രമാണോ കുർബാന? നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാ? അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ സ്തുതി. അത് മുണ്ടാടത്തിന്റെ വീട്ടുകാരെ നോക്കിയിട്ടാണോ അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ സ്തുതി എന്ന് പറയണേ? കർത്താവേ നിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ, പരിശുദ്ധാത്മന്റെ ആഗമനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. ലത്തീൻ സഭയിലെ കുർബാനയിലാണെങ്കിലും സീറോ മലബാറാണെങ്കിലും. അപ്പോ കർത്താവേ നിന്റെ ആത്മാവ് എഴുന്നള്ളി വരട്ടെന്ന് പറയുന്നത് മുണ്ടാടനച്ഛന്റെ ചേട്ടന്മാരുടെയും അനുജന്മാരുടെയും മുഖത്ത് നോക്കിയിട്ടാണോ? അതോ ദൈവത്തെ നോക്കിയിട്ടാണോ കർത്താവേ നിന്റെ പരിശുദ്ധാത്മൻ എഴുന്നള്ളി വരണമെന്ന് പറയുന്നത്? ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാ പറയാ നിന്റെ ആത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന്. ഈ കുർബാനയ്ക്കകത്ത് ഒരു പ്രാർത്ഥനയല്ലല്ലോ ഉള്ളത്. മിക്കവാറും പ്രാർത്ഥനയൊക്കെ എങ്ങനെ തുടങ്ങുന്നത്? കർത്താവേ, ദൈവമായ കർത്താവേ. അതൊക്കെ ജനങ്ങളെ നോക്കിയിട്ട് ചൊല്ലുക. വിവരക്കേട് പറയുമ്പോൾ അത് വല്ല സ്വകാര്യമായിട്ടൊക്കെ പറയുക. ഒരു ചാനലിൽ കയറിയിരുന്നിട്ട് ഇല്ലാത്ത വിവരദോഷങ്ങൾ മുഴുവൻ വിളിച്ചു കൂവി സ്വയം മണ്ടനാണെന്ന് പ്രഖ്യാപിക്കുക. പേര് അതിനോട് ചേരുവാണല്ലോ ഏകദേശം. മുണ്ടാടൻ. ഇച്ചിരി ഒരു കുനിപ്പ് മാറ്റിയാൽ മതി, അപ്പോൾ മണ്ടനായിക്കോളും. എന്തിനാ ഇങ്ങനെ സ്വയം മണ്ടനാവണേ? ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? എന്താ നേട്ടം? അപ്പൊ ഈ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ വിമത പ്രവർത്തനവും തെരുവ് യുദ്ധവും. അപ്പൊ ഉടനെ അദ്ദേഹം കയറി, എന്താണ് ഈ വിമത പ്രവർത്തനം? കർത്താവ് വിമതനായിരുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് കത്തോലിക്ക സഭ. അതില്ലെങ്കിൽ കത്തോലിക്ക സഭയില്ല. അത്രയും ബോധം ഉണ്ടായല്ലോ, നന്നായി. സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് കത്തോലിക്ക സഭ. അത് അംഗീകരിച്ചതിൽ സന്തോഷം. സത്യം തന്നെ. എന്നിട്ടാണോ സത്യത്തിന് നീതിക്ക് നിരക്കുന്നതാണോ കർദിനാളിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കിയത്? അത് സത്യത്തിന് നീതിക്ക് നിരക്കുന്നതാണോ വ്യാജരേഖ ഉണ്ടാക്കല്? എന്നിട്ടാണോ ഇല്ലാത്തൊരു ഭൂമി കുംഭകോണത്തിന്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നതും സഭയെ നാറ്റിക്കുന്നതും? ഇല്ലാത്തൊരു ഭൂമി കുംഭകോണത്തിന്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നതും സഭയെ നാറ്റിക്കുന്നതും സത്യത്തിനും നീതിക്കും നിരക്കുന്നതാണോ? ഇതാണോ നീതി? ഇതാണോ സത്യം? ഇതാണോ കർത്താവ് ചെയ്ത വിമത പ്രവർത്തനം? പിന്നെ ഒരു റെസ്റ്റിറ്റ്യൂഷന്റെ പേരും പറഞ്ഞ് കത്തോലിക്ക സഭയുടെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപത ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാമെന്ന വ്യാമോഹമോ? ഒരു റെസ്റ്റിറ്റ്യൂഷന്റെ പേര് നിങ്ങൾ പറയുന്നില്ലേ? ഈ റെസ്റ്റിറ്റ്യൂഷൻ നടത്താൻ തടസ്സം നിൽക്കുന്നത് ആലഞ്ചേരി പിതാവോ അതോ മുണ്ടാടനച്ഛനോ? തുറന്ന് പറയൂ. തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. വെല്ലുവിളിക്കുകയാണ് ഞാൻ. അപ്പൊ ഒരു റെസ്റ്റിറ്റ്യൂഷന്റെ പേരും പറഞ്ഞ് സഭയെ നാറ്റിച്ച്, സഭയുടെ തലവനെ നാറ്റിച്ച് തീർന്നില്ല. എന്നിട്ട് കത്തോലിക്ക സഭയുടെ പേരിലുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാമെന്നുള്ള വ്യാമോഹം. ഞാൻ അന്വേഷിച്ചു, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്.
4-5 പള്ളികൾ ഒഴികെ മറ്റെല്ലാ പള്ളികളും സഭയുടെ ട്രസ്റ്റിന് കീഴിലാണ്. ഒരു വിമത വൈദികനെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. സ്വത്തോടെ ഒരു പ്രശ്നമല്ല. എന്നോട് പലരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. എനിക്കതിൽ താല്പര്യമില്ല. പക്ഷെ ആ ചോദിച്ചവർക്കുള്ള മറുപടി ഞാൻ പറയുകയാണ്. ഇനി ഇവർ മൊത്തം സ്വത്ത് കൊണ്ടുപോയാലും സഭയ്ക്ക് അതൊരു പ്രശ്നമേ അല്ല. പിന്നെ ജീവനാംശം കൊടുക്കേണ്ടി വരുന്നുള്ള നിങ്ങൾക്ക് തലയ്ക്ക് വല്ല വട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കിയ ഉടനെ തന്നെ ജീവനാംശം കൊടുക്കുക. ഇതെല്ലാം നിയമപ്രകാരം ചെയ്തു വെച്ചിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് വിമത പ്രവർത്തനത്തിലൂടെ ഏതെങ്കിലും തരത്തിൽ അധികാരമോഹമോ സാമ്പത്തിക മോഹമോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കുക. അത് മറ്റ് വിമത വൈദികരോട് കൂടെ നിൽക്കുന്ന വൈദികരോട് അറിയാൻ വേണ്ടി ഞാനിത് പറയുന്നത്. നിങ്ങളവർ പറഞ്ഞ് പറ്റിക്കുകയാണ്. സ്വതന്ത്ര സഭയാകും, നമുക്ക് പണമുണ്ട്, അധികാരമുണ്ട്, നമുക്ക് തോന്നിയ പോലെ ചെയ്യാമെന്നൊക്കെ വെറുതെ പറഞ്ഞ് പറ്റിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയാണ്, സീറോ മലബാർ സഭയ്ക്ക് ഞങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം സഭയെ അംഗീകരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് സമ്മതിച്ചിട്ടുണ്ട്. ഒന്നുകിൽ മുണ്ടാണച്ചൻ പറയുന്നത് നുണയാണ്, അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന് തട്ടിൽ പിതാവിന് കാര്യങ്ങൾ അത്ര പിടിയായിട്ടില്ല, അല്ലെങ്കിൽ വിമത വൈദികരോടൊപ്പം പുറത്തു പോകേണ്ട ആളായിട്ട് മാറും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ്. ഞങ്ങൾ സ്വതന്ത്ര സഭയാക്കി അംഗീകരിച്ച് തരണമെന്ന് മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മുണ്ടാണനച്ചൻ വീഡിയോയിൽ പറയുന്നത്. ഒന്നുകിൽ മുണ്ടാണച്ചൻ പറയുന്നത് നുണയാണ്, അല്ലെങ്കിൽ തട്ടിൽ പിതാവിന് കാര്യങ്ങളുടെ കിടപ്പ് അറിയില്ല, അല്ലെങ്കിൽ വിമത വൈദികരോടൊപ്പം പുറത്തേക്ക് പോകുന്നവരിൽ മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ടാകും. കാരണം ഇപ്പം ഇറക്കിയിരിക്കുന്ന സർക്കുലറിലെ ആ വേർഡിങ് പോലും എന്തൊക്കെ വേണം ഏതൊക്കെ വേണമെന്ന് പൗരസ്ത്യ കാര്യാലയത്തിന് മുമ്പിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ മാർപ്പാപ്പ അംഗീകരിച്ച് വിട്ടിരിക്കുന്നതാ. അത് തട്ടിൽ പിതാവിന് ബോധമില്ലാണ്ടിരിക്കുവോ? അപ്പോ മുണ്ടാണച്ചൻ പറയുന്നത് നുണയാണ്. നിങ്ങൾ അദ്ദേഹത്തിന് കൂടെയുള്ള വൈദികർ കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് കൂടെയുള്ള അൽമായരോ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, നുണയാണ് ഈ പറയുന്നത്. ഞാൻ പറയുന്നത് 100%, 101% സത്യമാണ്. അതിന് തെളിവ് ഞാൻ പറയുന്ന സത്യമാണെന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പായിക്കൊണ്ട് ഇരിക്കുന്നു. ഒന്ന് പോലും വിട്ടുപോയിട്ടില്ല. അതാണ് തെളിവ്. സത്യമല്ലെന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ പറയില്ല. സത്യമാണെന്ന് ബോധ്യമുള്ള കാര്യമേ ഞാൻ ഇതുവരെ പറയുള്ളൂ. പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, ക്നാനായ സഭയെ പോലെ ക്നാനായ സഭ ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് മാറ്റി നടക്കുകയാണോ? കോട്ടയത്ത് അവര് ലിറ്റർജിക്കൽ വേരിയന്റ് ഉണ്ട് അവർക്ക്. എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞിട്ട് ഒരു ലിറ്റർജിക്കൽ വേരിയന്റ്, കുർബാന വേറെ തരം വേണം. സ്വതന്ത്ര സഭയാകും ഞങ്ങൾ. സ്വതന്ത്ര സഭയാകണം നിങ്ങൾ ആയിക്കോ. അത് കത്തോലിക്ക സഭയുടെ ഉള്ളിൽ പറ്റില്ല, മാർപ്പാപ്പയുടെ കീഴിൽ പറ്റില്ല, സീറോ മലബാർ സഭയുടെ കീഴിൽ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ പെന്തക്കോസ്ത് ദൈവസഭക്കാരുണ്ട്, യഹോവ സാക്ഷികളുണ്ട്, അവർക്കത് മാർപ്പാപ്പയുടെ അംഗീകാരമില്ല, അവർക്ക് കൂദാശകളും ഇല്ല, അവർക്ക് പരിശുദ്ധ കന്യകാമറിയും ഇല്ല, നൊവേനകളും ഇല്ല, കുരിശിന്റെ വഴിയും ഇല്ല. അപ്പൊ നിങ്ങൾക്കൊരു പുതിയ സംഗതി തുടങ്ങാം. നൊവേനകളും കുരിശിന്റെ വഴിയുമുള്ള ഒരു സ്വതന്ത്ര സഭ. വിശുദ്ധ കുർബാന ഉണ്ടാകില്ല. അതിന് വാലിഡ് ആയിട്ടുള്ള പട്ടം വേണം. നിങ്ങൾ അതോടുകൂടി പുറത്താകുകയാണ്. അനുസരിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പിൻവലിക്കുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടല്ലോ 3-ാം തീയതി, ഈ ജൂലൈ 3-ന്, അത് അനുസരിച്ച് നിങ്ങൾ പുറത്തു പോകേണ്ടി വരില്ലേ? അപ്പം അദ്ദേഹം പറയാണ്, ആ സർക്കുലറിന് നിലനിൽപ്പില്ല. കാനൻ നിയമം അനുസരിച്ച് ഓരോ വൈദികനും പുറത്താക്കണം, അല്ലാണ്ട് എല്ലാവരും കൂടെ ഒറ്റയടിക്ക് പുറത്താക്കാൻ പറ്റില്ല. അതെങ്ങനെ പുറത്താക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്ന് സിനഡ് കൂടുന്നുണ്ടല്ലോ, മെത്രമാർ തീരുമാനിക്കട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ സർക്കുലർ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ വേർഡിങ് പോലും എന്തൊക്കെ വേണം ഏതൊക്കെ വേണമെന്ന് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വത്തിക്കാനിരുന്ന് രൂപപ്പെടുത്തിയതിന് ശേഷമാണ് ഇവിടെ വന്ന് അത് ഇറക്കി പ്രസിദ്ധപ്പെടുത്തിയത്. അതിനാൽ അതിൻ്റെ നിലനിൽപ്പും മറ്റു കാര്യങ്ങളൊക്കെ മെത്രാമാരും അവർ ഉപദേശിക്കുന്ന കാനൻ ലോയേഴ്സൊക്കെ ഉണ്ട്, അവർ തീരുമാനിക്കട്ടെ. എങ്ങനെ പുറത്താക്കണോ അതൊക്കെ മെത്രാമാർ തീരുമാനിക്കട്ടെ, നമുക്കത് അതിൽ കടത്തണ്ട. എന്നാൽ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വലിയ ശതമാനം വൈദികരെങ്കിലും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല, കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല.
അവരുടെ വീട്ടുകാര്, ആ വൈദികരുടെ വീട്ടുകാര് വല്ലാത്ത ഹൃദയനീറ്റൽ അനുഭവിക്കുന്നു. മുട്ടിമിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, കൊന്ത ചൊല്ലുന്നു, കുരിശിന്റെ വഴി കഴിക്കുന്നു, കുർബാനയെ സംബന്ധിക്കുന്നു. അവർ എങ്ങനെയെങ്കിലും സഭയിൽ നിൽക്കണം, തങ്ങളുടെ മക്കള് അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരന്മാരെന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ആ വൈദികരോടാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട വൈദികരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വൈദികരെ, അവർ വീട്ടുകാരെ, മുണ്ടാടനച്ഛൻ്റെ പിന്നാലെ പോയി നിങ്ങൾ പാപം ചെയ്യരുത്. ആ അച്ഛൻ്റെ മനസ്സിലിരിപ്പും പൂതിയും വേറെയാണ്. അതിലെ പാപം നിങ്ങൾ തിരിച്ചറിയണം, തിന്മ നിങ്ങൾ തിരിച്ചറിയണം, ക്രൂരത നിങ്ങൾ തിരിച്ചറിയണം. പാഷാണ്ഡതയാണ് അദ്ദേഹത്തിന്റെ പ്രബോധനം. ശീഷ്മയിലേക്കാണ് അദ്ദേഹം നിങ്ങളെ നയിക്കുന്നത്, മഹാശീഷ്മ. അങ്ങനെ അദ്ദേഹത്തെ പിന്തുടർന്ന് നിങ്ങളുടെ ആത്മാക്കളെ നശിക്കാൻ ഇടയാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ധീരമായി ഈ ഒറ്റക്കെട്ടെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, തിന്മയുടെ ഒറ്റക്കെട്ട്, ആ തിന്മയുടെ കെട്ട് പൊട്ടിക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിന്മയുടെ ഒറ്റക്കെട്ട് പൊട്ടിക്കണം. അത് നിങ്ങൾ ധൈര്യം കാണിക്കണം. ഒരൊറ്റ ആൾ ധൈര്യം കാണിച്ചാൽ ആ കെട്ട് പൊട്ടും. ആ കെട്ട് പൊട്ടിക്കണം നിങ്ങൾ. അത് തിന്മയുടെ കെട്ടാണ്, പാപത്തിന്റെ ബന്ധനമാണ്. അതഴിക്കണം. ഇത് ഞാനൊരു സഹോദര വൈദികൻ എന്ന നിലയിൽ ആഹ്വാനം ചെയ്യുന്നതാണ്. എൻ്റെ സ്വരത്തിന് ഗാംഭീര്യം കൂടിയിട്ടുണ്ടെങ്കിലും ആവേശം കൂടിയിട്ടെങ്കിലും എന്നോട് പൊറുക്കുക. അത് നിങ്ങളുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ സഭയിൽ നിന്ന് പോകരുത് എന്നുള്ള ഒരാഗ്രഹം കൊണ്ടും പോയാലുണ്ടാകുന്ന വേദനയുടെ ആധിക്യം കൊണ്ടുമാണ് എൻ്റെ സ്വരത്തിന് കടുപ്പം കൂടുന്നത്. അത് നിങ്ങൾ മാപ്പാക്കണം. എന്നിട്ട് ഈ തിന്മയുടെ ഒറ്റക്കെട്ട് പൊട്ടിച്ചിട്ട് നന്മയുടെ പരിശുദ്ധാത്മാവിന് മുഖം വെക്കണം. എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണെന്ന് കർത്താവ് പറഞ്ഞേ. മുഖം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ, പഴയ അച്ഛന്മാർക്ക് അറിയാം, പുതിയവർക്ക് 500 രൂപ. 2 കാളകളുടെ ഇങ്ങനെ കഴുത്തിൽ വെക്കുന്നതാണ് മുഖം. പാപം ചെയ്യുമ്പോൾ അപ്പുറത്തെ സാത്താനും നമ്മൾ ഇപ്പുറത്ത് നിന്നിട്ട് ഒരു മുഖം വെക്കുകയാണ്, തിന്മയുടെ ഒരു മുഖം. ആ മുഖമാണ് നമ്മൾ എടുത്ത് കളയാൻ കർത്താവിനോട് ആവശ്യപ്പെടുന്നത് കുമ്പസാരക്കൂട്ടിൽ. അപ്പോൾ കർത്താവ് ആ കെട്ട് പൊട്ടിച്ചിട്ട് കർത്താവിൻ്റെ മുഖം വെക്കുകയാണ്, അനുസരണത്തിൻ്റെ മുഖം. കർത്താവും നമ്മളും കൂടി, 2 കാളെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാനും മറ്റൊന്ന് കർത്താവുമാണ്. നമ്മൾ 2 പേരും കൂടിയാണ് വഹിക്കുന്നത്. ഞാനും കർത്താവും കൂടിയാണ് ഒരേ ഒരു മുഖം. അത് വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ആ ലഘുവായ ഭാരം കുറഞ്ഞ കർത്താവിനോടുള്ള അനുസരണം എന്നുള്ള ആ മുഖം വയ്ക്കുക. സാത്താന്റെ മുഖം അത് പൊട്ടിച്ച് കളയുക. അതാണ് ഈ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. സാത്താന്റെ മുഖമാണ് അത് പൊട്ടിച്ച് കളയുക. കർത്താവിനോട് കൂടെ പോകുന്നവർ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കണമെന്ന, ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും, കൂട്ടമായിട്ട് നടക്കാൻ കഴിയില്ല. നിങ്ങൾ കർത്താവിൻ്റെ വഴിയിൽ, ഈ നാശത്തിലേക്കുള്ള വഴി ഇല്ലേ വിശാലവും, അതിലൂടെ പോകുന്നവർ എറണാകുളം അങ്കമാലി അതിൽ ഒറ്റക്കെട്ടായി വിമതരുമാണ്. അത് പൊട്ടിച്ചിട്ട് ഓരോരുത്തരായി കർത്താവിൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കാൻ ഇന്ന് തീരുമാനിക്കുക. നമുക്ക് ജൂലൈ 3 വരെ കാത്തു നിൽക്കാതെ ഇന്ന് തീരുമാനിക്കുക. മെത്രാന്മാരുടെ സിനഡ് നടക്കുന്ന ഇന്ന് വളരെ നല്ല ദിവസമാണ്. നമുക്ക് സഭയോട് കൂടി നിൽക്കാൻ തീരുമാനിക്കുക. അതിനു വേണ്ടി ആയിരിക്കട്ടെ എൻ്റെ ഈ വീഡിയോയുടെ സന്ദേശം. ഞാൻ ഇന്ന് ഇതിൻ്റെ പിന്നാലെ 2022 നവംബർ മാസത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മുണ്ടാണ്ടച്ചൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നിങ്ങളിന്ന് കേൾക്കുക. 2022 നവംബറിലാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഒരുപാട് പേര് 10,000-40,000 പേരെ മറ്റേ കണ്ടിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുകയാണ്. ഇന്ന് അത് വളരെ പ്രസക്തമായതുകൊണ്ടും ഇദ്ദേഹം ഈ ചാനലിൽ കയറിയെന്ന് പറഞ്ഞ പല കാര്യങ്ങൾക്കുള്ള മറുപടി അതിനകത്തുള്ളത് കൊണ്ടും ഞാൻ അത് ഒരിക്കൽ അപ്ലോഡ് ചെയ്തതാണെങ്കിലും ഇന്ന് ഞാൻ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കൂടി നിങ്ങൾ കാണണമെന്നും നമ്മുടെ മെത്രാന്മാരുടെ സിനഡ് നടക്കുകയാണ് ഇന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഈ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അൽമായ മുന്നേറ്റക്കാരനൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അവർക്കെല്ലാം മാനസാന്തരം ഉണ്ടാകാൻ മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ നമ്മുടെ സഭ ഒറ്റക്കെട്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ഒറ്റക്കെട്ടല്ല, അത് കെട്ടുപൊട്ടിച്ച് സഭ ഏകീകൃതമായി ഒറ്റക്കെട്ടായി ഐക്യതയുടെ സന്ദേശം കൊടുക്കുന്ന ഒരു മഹാസുദിനത്തിലേക്ക് ഈ ജൂലൈ 3 പ്രവേശിക്കാനായിട്ട് നമുക്ക് ശക്തമായ ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ ആവാസം എന്ന അഭിഷേകം നമുക്ക് ശക്തമായിട്ടുണ്ടാകാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.